ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രിങ്കും ഇഫ്താർ ഡ്രിങ്കും പിന്നെ അതിൻ്റെ കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമാണ്. അപ്പോൾ ആ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാൻ ഡ്രിങ്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അധികം ചേരുവകളൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഞാൻ വെറുതെ പറയല്ല, നല്ല ടേസ്റ്റ് ആയിട്ടൊരു ഡ്രിങ്കാണ്. നമ്മൾ തരിക്കഞ്ഞൊക്കെ കുടിക്കുമല്ലോ, അപ്പോൾ അതുപോലത്തെ ഒരു ഡ്രിങ്കാണ്. പക്ഷേ ആ ഒരു ടേസ്റ്റ് അല്ല, നല്ല വ്യത്യസ്തമായിട്ടൊരു ഡ്രിങ്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് ഇതിന്. ഈ ഒരു ഡ്രിങ്ക് നമുക്ക് തണുപ്പിച്ചിട്ട് കഴിക്കാം, അതുപോലെ തന്നെ ചൂടോട് കൂടിയിട്ട് ഒരു ഇളം ചൂടോട് കൂടിയിട്ടും കഴിക്കാം. രണ്ടും ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ഇളം ചൂടോട് കൂടിയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ, കുടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഇഫ്താർ ഡ്രിങ്ക് റെഡിയാക്കാൻ അത്യാവശ്യം വേണ്ട ചേരുവകളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്, അതായത് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് എടുക്കുന്നുണ്ട്. ആപ്പിൾ ഒരു 2 സ്ലൈസ് ആപ്പിൾ എടുത്തിട്ട് തൊലിയൊന്നും കളയാതെ ഇതുപോലെ വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കണം. അതായത് ഒരുപാട് വലിയ പീസൊന്നും ആക്കി എടുക്കരുത്, ഇതുപോലെ വളരെ കുഞ്ഞതാക്കിയിട്ട് വേണം അരിയാൻ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് വളരെ കുഞ്ഞതായിട്ട് വീണ്ടും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കനം പാടില്ല കേട്ടോ, അങ്ങനെ വേണം അരിഞ്ഞെടുക്കാൻ, എന്നാലേ ഈ ഒരു ഡ്രിങ്ക് ആ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് കനത്തിലൊക്കെ ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് മടുപ്പ് വരും, അപ്പോൾ ഇതേപോലെ തന്നെ അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പഞ്ചസാര ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അത്രയും വേണ്ടി വരില്ല, എന്നാലും 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല, 2 ടേബിൾ സ്പൂൺ മാത്രം മതി, ഒരുപാട് ചേർക്കരുത്. 2 കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂണാണ് റവ എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട്, അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കടല എടുക്കാം, ബദാം എടുക്കാം, അതിലേതെങ്കിലുമൊക്കെ ഒന്ന് എടുത്താൽ മതി. പിന്നെ ഞാൻ ഈ ഒരു ഡ്രിങ്കിന് ഒരു കളർ കൊടുക്കാനും വേണ്ടിയിട്ട് ഞാൻ കുങ്കുമപ്പൂവാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് കുങ്കുമപ്പൂ ഇല്ല എന്നാണെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ കളേഴ്സൊന്നും, ഫുഡ് കളേഴ്സൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കണം, ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട്. അപ്പോൾ അത് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് ആദ്യം റവ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളത്തിലേക്കാണ് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഈ റവ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത ശേഷമാണ് ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതായത് റവ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട, ഒരു 1-2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായ ശേഷം നമുക്ക് ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം പാല് ചേർത്ത് കൊടുക്കാം. പാല് കുറച്ചൊന്ന് ബാക്കി വയ്ക്കുക, ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുപോലെ ഒരു 1/2 കപ്പോളം ഉണ്ടാവും, 1.5 കപ്പ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അതും കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കി ചേർക്കാം. പിന്നെ ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ആപ്പിളിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒന്നും ഞാൻ ആ ഒരു മെഷർമെൻറ്റ് പറയുന്നില്ല എത്രയാണെന്നുള്ളത്, അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നട്ട്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങളടുത്ത് പിസ്ത സ്ലൈസസോ അല്ലെങ്കിൽ പിസ്താച്ചോസ് ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചേർക്കാത്തതിന് നിങ്ങളടുത്ത് മിക്കവാറും ആളുകളുടെ അടുത്ത് ഉണ്ടാവില്ല പിസ്ത സ്ലൈസസ് ഒന്നും, അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം, ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും റവ നല്ല പാകമായിട്ട് റെഡിയായി കിട്ടും. നമ്മൾ റവ ആദ്യം ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത ശേഷമാണ് ബാക്കിയെല്ലാം ചേർത്തിട്ടുള്ളത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ, തിളച്ചിട്ട് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി, അപ്പോഴേക്കും നല്ല കറക്റ്റായിട്ട് റെഡിയായി കിട്ടും. ഈ പച്ചച്ചോവൊക്കെ മാറണം, ഈ ആപ്പിളിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ.
അപ്പോൾ നമുക്കിതിലേക്ക് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂ ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്കതിന് പകരം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു നുള്ള് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്ലെയിനായിട്ട് ഇത് കുടിക്കാം. പിന്നെ വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതോ അല്ലെങ്കിൽ ഒരു ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ലാസ്റ്റ് എടുത്ത് മാറ്റിയാലും മതി. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ള പാല് ചേർത്തിട്ട് പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട. അപ്പോഴേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഇഫ്താർ ഡ്രിങ്ക്, നല്ല അടിപൊളിയായിട്ടുള്ള ഇഫ്താർ ഡ്രിങ്ക് റെഡിയായി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഒരു കട്ടി മതി. ഇനി ഒരുപാട് നമ്മൾ കട്ടിയാക്കി എടുത്താൽ പിന്നെ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ലൂസാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നല്ല കറക്റ്റ് പാകമാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് നമ്മളിത് കുടിക്കേണ്ടത്. നമ്മൾ തരിക്കഞ്ഞൊക്കെ കുടിക്കുന്ന പോലെ തന്നെ. തരിക്കഞ്ഞ് നല്ല ലൂസായിട്ട് കുടിക്കുമ്പോഴല്ല ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ കളറ് ഒരു ചെറുതായിട്ടൊരു യെല്ലോയിഷ് കളറില്ലേ, നല്ല ഭംഗിയാണ് അത് കാണാൻ. കളർ ഇതിലേക്കാളും നല്ല ഭംഗിയുണ്ട് ശരിക്കും കാണാൻ. നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, എല്ലാം കൂടി ഒരുമിച്ചാണ് വരുന്നത്. ഒന്നും താഴെ സെറ്റിലായി കിടക്കുന്നൊന്നുമില്ല. എനിക്ക് ഈ ഒരു ഡ്രിങ്ക് നല്ല ടേസ്റ്റ് തോന്നിയത് ചെറിയൊരു ചൂടോട് കൂടിയിട്ട് കുടിച്ചപ്പോഴാണ്. അപ്പോൾ ഞാൻ ചൂടില്ലാണ്ടേയും കുടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് കുടിക്കുമ്പോഴാണ്. ഒന്ന് ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് പിസ്ത സ്ലൈസസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രിങ്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇഫ്താറിന് പ്രത്യേകിച്ച് നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതുപോലെ ഇരിക്കണം. നമ്മൾ കുടിക്കുന്ന സമയത്ത് നട്ട്സും ആപ്പിളിൻ്റെ സ്ലൈസസും ക്യാരറ്റും എല്ലാം ഒരുമിച്ചാണ് നമ്മൾ കുടിക്കുമ്പോൾ വായിലേക്ക് വരിക. അതായത് ഒന്നും താഴെ സെറ്റിലായി കിടക്കൊന്നുമില്ല. സ്പൂൺ കൊണ്ട് കുടിക്കേണ്ടൊന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതുപോലെ ഇരിക്കണം നമ്മുടെ ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോഴും ഈ ഒരു കട്ടിയിൽ തന്നെയുള്ളൂ. ഞാൻ പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. അടുത്തതായിട്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു സ്നാക്കിന് മക്കളിട്ട പേരാണ് പൊട്ടാറ്റോ ബബിൾസ് എന്നും പിന്നെ ഹസ്ബൻഡ് ഇട്ട പേരാണ് പൊള്ളയപ്പം. അപ്പോൾ നമുക്ക് ഈ പൊള്ളയപ്പം അല്ലെങ്കിൽ പൊട്ടാറ്റോ ബബിൾസ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ എന്താ കളർ അങ്ങനെയെന്നുള്ളത്. അപ്പോൾ കളർ വരാനുള്ള കാരണം ഇതാണ്. ഞാനിപ്പോൾ 3 പൊട്ടാറ്റോ അതിൻ്റെ കൂടെ 2 ചെറിയ പീസ് ക്യാരറ്റും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ട് വേവിക്കുക. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ടാണ് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ചൂടോട് കൂടിയിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതിലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലെഫ്റ്റ് ഓവർ ചെമ്മീൻ ഉണ്ടായിരുന്നു. തലേ ദിവസത്തെ ചെമ്മീൻ ബാക്കിയുള്ളത് ഒരു 6 ചെമ്മീൻ എടുത്തിട്ടുള്ളൂ. കുക്ക് ചെയ്ത ചെമ്മീനാണ്. അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചേർക്കുന്നത് കേട്ടോ. അതായത് പൊട്ടാറ്റോയുടെ ടേസ്റ്റ് മാത്രം മതിയെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ ചിക്കൻ സ്റ്റോക്കോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. ചെറിയൊരു കഷ്ണം ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് ലെഫ്റ്റ് ഓവർ ചെമ്മീനാണ്. കുക്ക് ചെയ്ത ചെമ്മീൻ കേട്ടോ. നല്ല മസാലയൊക്കെയുള്ള ചെമ്മീൻ തന്നെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുക്ക് ചെയ്ത ചിക്കൻ ആയാലും മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ ആവണം. കട്ടകളൊന്നും കൂടാതെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇപ്പോൾ അതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. നല്ലൊരു കൺസിസ്റ്റൻസി ആണുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ കളർ ശ്രദ്ധിച്ചല്ലോ, നല്ലൊരു ഓറഞ്ച് കളറല്ലേ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്തത് കൊണ്ടാണ്. അപ്പോൾ ക്യാരറ്റ് ചേർത്തില്ലെങ്കിൽ വേറൊരു കളറായിരിക്കും, വൈറ്റ് കളറായിരിക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കളർ നല്ല ഭംഗിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം അല്ലെങ്കിൽ 2 കഷ്ണം ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളിപ്പോൾ ഇതിൻ്റെ ചേരുവകളൊക്കെ ഡബിളാക്കി എടുക്കുകയാണെങ്കിൽ പോലും ഒരു മുട്ട തന്നെ ചേർത്താൽ മതി. മുട്ട 2 ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂടുതലെടുത്താലും മുട്ട കൂടുതലെടുക്കണ്ട. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓരോന്നായിട്ട് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് സ്പൈസ് പൗഡേഴ്സായി ചേർക്കുന്നത് ഗാർലിക് പൗഡർ ചേർക്കുന്നുണ്ട്, മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഉപ്പും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു 1/2 ടീസ്പൂൺ വീതം മതി.
പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ. ഞാൻ കൂടുതൽ എരിവ് ചേർക്കുന്നില്ല. പിന്നെ ഗാർലിക് പൗഡർ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലേവറിങ്ങിനായിട്ടുള്ള പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി അതൊന്നും വേണ്ട കേട്ടോ. ഗരം മസാലപ്പൊടി ഒന്നും വേണ്ട, അപ്പോൾ ടേസ്റ്റ് മാറും. അല്ലെങ്കിൽ ചാറ്റ് മസാല പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അങ്ങനത്തെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട കേട്ടോ മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും അധികം ചിലവില്ലാത്ത ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ ആ ഒരു പരുവം ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പരുവം, അതായത് തിക്നെസ് ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ വളരെ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണുള്ളത്, അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കോൺഫ്ലോർ. മിക്കവാറും 1 കപ്പ് തന്നെ വേണ്ടി വരും. പക്ഷേ നമ്മൾ റിസ്ക് എടുക്കണ്ട. നമ്മൾ എല്ലാവരും വ്യത്യസ്ത സൈസിലുള്ള പൊട്ടാറ്റോ ഒക്കെ അല്ലേ യൂസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്കി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു മിക്സ്ചർ റെഡിയാക്കിയ ശേഷം നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊട്ടാറ്റോയുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നേരിട്ട് ഫ്രൈ ചെയ്യാതെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പരുവത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. വേണമെങ്കിൽ 2-3 മണിക്കൂർ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പം ഏറ്റവും ബെസ്റ്റ് 2-3 മണിക്കൂർ വെക്കുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കണം, പുറത്ത് വെക്കേണ്ട. അപ്പോൾ നമ്മൾ ഇനി ഫ്രൈ ചെയ്യാൻ നേരം മാത്രം ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ചേർത്താലേ ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ. ഈ ഒരു മിക്സ്ചറിലേക്ക് ഫ്രൈ ചെയ്യാൻ നേരം മാത്രം ഈ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാവൂ. അതൊന്ന് നോക്കാം. ഇനിയിപ്പോൾ ഏതൊരു സ്നാക്ക് റെഡിയാക്കുകയാണെങ്കിലും ബേക്കിംഗ് പൗഡർ ചേർത്ത് നമ്മൾ നേരിട്ട് ഫ്രൈ ചെയ്യണം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഈ മാവ് ഇതിലേക്ക് കോരി ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്പൂൺ ആദ്യം ചൂടായ എണ്ണയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് വേണം ഈ മാവിൽ മുക്കിയെടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് ചൂടായ എണ്ണയിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടില്ല എന്നാണെങ്കിൽ ഈ സ്പൂൺ നേരെ മാവിൽ മുക്കിയെടുക്കുമ്പോൾ മാവ് ഒന്നാകെ ഈ സ്പൂണിലൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ഭംഗിയിൽ ബോൾസ് ആയിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ആ ബോൾസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, അത് പെട്ടെന്ന് നല്ല ഭംഗിയിൽ തന്നെയാണ് വീഴുന്നത്. നമ്മളിതുപോലെ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അത് ഒരുമാതിരി ഷേപ്പിലായിരിക്കും ഈ ഓയിലിലേക്ക് വീഴുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, പക്ഷേ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവില്ല അങ്ങനെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ട് വേണമെങ്കിൽ വലിയ ബോൾസ് ആക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു സ്നാക്ക്. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക. കാരണം ഇത് നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു ബോൾസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സൈസിലുള്ള ബോൾസ് ആയിട്ട് തന്നെ വീർത്ത് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് പൊട്ടാറ്റോ ബബിൾസ് എന്ന് പറയാൻ കാരണം. അകത്ത് പൊള്ളയാണ്, പുറമേ നന്നായിട്ട് ബബിൾസ് പോലെ വീർത്ത് വരും. പൊള്ളയപ്പം പോലെ തന്നെ. പൊള്ളയപ്പം എന്നുള്ള പേര് നല്ല മാച്ചാണ് ഈ ഒരു സ്നാക്കിന്. പിന്നെ ഞാൻ ഈ ഒരു സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ. വളരെ ഹൈയിലും വെക്കരുത്, വളരെ ലോയിലും വെക്കരുത്. ഇതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടണം. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പുറമേ ഒന്ന് ചെറുതായിട്ട് ക്രിസ്പി ആവുന്നവരെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചൂടോട് കൂടിയിട്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാനൊക്കെ. പിന്നെ കുറച്ച് ചൂടാറി കഴിഞ്ഞാൽ ഇത് സോഫ്റ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റണം. എന്നാലേ ആ ഓയിലൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ആവുള്ളൂ. ഞാനങ്ങനെ ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം ഓയിലുണ്ടായിരുന്നു.
അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ചൂടായ എണ്ണയിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പൂണൊന്ന് ഓയിലിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഞാൻ ഇതുപോലത്തെ വേറൊരു സ്നാക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബനാന ബോൾസ്. അത് മധുരമുള്ളതായിരുന്നു. അപ്പോൾ ഏകദേശം ഇത് അതുപോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പൊട്ടാറ്റോ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്, വളരെ ഈസി ആയിട്ട് റെഡിയാക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ പൊട്ടാറ്റോ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഓയിൽ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ കേട്ടോ. ഞാൻ പേപ്പർ ടവലിലൊക്കെ ഒന്നും മാറ്റിയിട്ടില്ലായിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാവും. ഒരിക്കലും നിർത്താനേ തോന്നാത്തൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്ത് നോക്കുക. ഒത്തിരി ഇഷ്ടമാവും എല്ലാവർക്കും. നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ, ഇതിനകത്തൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ. ഞാനിപ്പോൾ ഓയിൽ നന്നായിട്ട് ഡ്രെയിൻ ചെയ്യാനായിട്ടാന്ന് തോന്നുന്നു, ഒരുപാട് ഓയിൽ ആയിട്ടുണ്ട് പുറമേ. അപ്പോൾ അതുകൊണ്ട് ടിഷ്യൂവിലേക്ക് ഇടാൻ വിട്ടുപോകേണ്ട, ഓയിൽ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, അകത്തൊരു പൊള്ള പോലെയാണ്, പുറമേ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതാണ് ഈ ഒരു സ്നാക്കിന് പൊള്ളയപ്പം ഇടാനുള്ള കാരണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു. Kenya.